തിരുവനന്തപുരം തൈക്കാട് സർക്കാർ ആശുപത്രിയിൽ ഗർഭിണിക്ക് ചികിത്സ നിഷേധിച്ചതായി പരാതി. കുഞ്ഞിന് അനക്കമില്ലെന്ന് ഡോക്ടറെ അറിയിച്ചപ്പോൾ ഉറങ്ങുന്നതാകും എന്ന് പറഞ്ഞ് തിരിച്ചയച്ചതായി കുടുംബം ആരോപിച്ചു. തുടർന്ന് നടത്തിയ സ്കാനിംഗിൽ കുഞ്ഞ് മരിച്ചതായി കണ്ടെത്തി. ആരോഗ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകുമെന്ന് ഭർത്താവ് ലിബു 24-നോട് പറഞ്ഞു. 8 മാസം ഗർഭിണിയായ കഴക്കൂട്ടം സ്വദേശി പവിത്രയുടെ കുഞ്ഞിന് അനക്കമില്ലാതെ വന്നതോടെയാണ് വ്യാഴാഴ്ച അർദ്ധരാത്രി തൈക്കാട് സർക്കാർ ആശുപത്രിയിലെത്തിയത്. എന്നാൽ ഡ്യൂട്ടി ഡോക്ടർ പരിശോധിച്ച ശേഷം മടക്കി അയക്കുകയാണ് ചെയ്തതെന്ന് പവിത്രയുടെ ഭർത്താവ് ലിബു പറഞ്ഞു. രാത്രി ഒരു 11 മണിക്ക് ശേഷം എൻ്റെ വൈഫിന്, കുട്ടിയുടെ മാതാവിന് ഇങ്ങനൊരു ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാവുകയും കാര്യം കുട്ടിക്ക് ചലനം കുറവായിട്ട് വരികയും ചലിക്കുന്നില്ല എന്നുള്ളൊരു അനക്കം ഇല്ലാത്തൊരവസ്ഥ വരികയും ചെയ്തു. പെട്ടെന്ന് നമ്മൾ വണ്ടിയിൽ കയറി നേരെ തൈക്കാട് ഹോസ്പിറ്റലിലെത്തിയപ്പം അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ഇത് കുട്ടിയെ ഈ വയറ് പരിശോധിച്ചതിന് ശേഷം കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, കുട്ടി ഉറങ്ങുകയാണ്, നിങ്ങൾ കുട്ടിയെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ, നിങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടിയുള്ളതില്ല, ഇപ്പം നിങ്ങൾ നേരത്തെ മുമ്പ് പ്രസവിച്ചതല്ലേ, ഇപ്പം നിങ്ങൾക്ക് അറിയത്തില്ലേ, കുട്ടി ഉറങ്ങുകയാണ്, അതുകൊണ്ടാണ് കുട്ടി അനങ്ങാതിരിക്കുന്നത് എന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് നമ്മൾ പറഞ്ഞ് മടക്കി അയക്കുകയായിരുന്നു ചെയ്തത്. പിറ്റേ ദിവസം പുറത്ത് നടത്തിയ സ്കാനിംഗിൽ കുഞ്ഞ് മരിച്ചതായി കണ്ടെത്തി. ഉടൻ തൈക്കാട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി SAT-യിലേക്ക് പോകാൻ നിർദ്ദേശിച്ചു. SAT-യിൽ എത്തിച്ച ശസ്ത്രക്രിയയിലൂടെയാണ് കുഞ്ഞിനെ പുറത്തെടുത്തത്. തൈക്കാട് ആശുപത്രിയിലെ ഡോക്ടർ കൃത്യമായി പരിശോധിച്ചിരുന്നുവെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നുവെന്ന് ലിബു. ഈ രണ്ടാമത്തെ സ്കാനിങ് പറഞ്ഞില്ലേ, ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കണമെന്ന്, സെയിം സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് ചെയ്യാനായിട്ട് രാവിലെ ഞങ്ങൾ ടിഫ സ്കാനിങ് സെൻ്ററിൽ എത്തുകയും അവിടുത്തെ പരിശോധനയിൽ കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് നിന്നുപോയതായിട്ട് അവരറിയിക്കുകയും ചെയ്തു. ആശുപത്രിക്കെതിരെ പോലീസിലും ആരോഗ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകും. അതേസമയം ഇക്കാര്യത്തിൽ ആശുപത്രി അധികൃതർ വിശദീകരണം നൽകിയിട്ടില്ല. കുഞ്ഞിന്റെ മരണകാരണം അറിയാൻ പത്തോളജിക്കൽ ഓട്ടോപ്സി നടത്തും. MG പ്രതീഷ്, 24, തിരുവനന്തപുരം.